ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂട് റിവ്യൂയിലേക്ക് സ്വാഗതം. വീട്ടിലേക്ക് വന്ന സുനന്ദ ചോദിക്കുന്നു, കല്യാണാലോചന മുടങ്ങിയല്ലേ സുഭാഷേട്ടാ? ഇത് കേട്ടിഞ്ഞിട്ട് സുഭാഷിനെ നോക്കുകയാണ് സുധീഷും നികേഷും. നികേഷ് ചോദിക്കുന്നു, ആലോചന മുടങ്ങിയോ? ഭാസ്കരൻ പറയുന്നു, മുടക്കിയത് നിന്റെ മൂത്ത അമ്മാവനല്ലേടി, കൂടുതൽ അറിയാൻ അവിടെ ചെന്ന് ചോദിച്ചാ പോരെ. നികേഷ് ചോദിക്കുന്നു, അപ്പൊ ഈ കല്യാണം മുടങ്ങിയോ? എന്നിട്ട് ആരും എന്നോട് പറഞ്ഞില്ലല്ലോ സുഭാഷേട്ടാ, എന്താ പറ്റിയത്? ഹരീഷ് പറയുന്നു, എന്ത് പറ്റാൻ, സ്ഥിരം കാരണം അവര് വന്നിട്ട് ചുറ്റുപാട് അന്വേഷിച്ചു, നാട്ടുകാർ അവർക്ക് പറയാനുള്ള കഥ പറഞ്ഞു, ഭാസ്കരൻ പറയുന്നു, നാട്ടുകാരൊന്നും പറഞ്ഞിട്ടല്ലടാ, ദേ നിൽക്കുകയല്ലേ അവളുടെ അമ്മയും അമ്മാവനും, വെറുതെ നാട്ടുകാരെ പറയണ്ട. വിഷമത്തോടുകൂടി നിൽക്കുന്ന നികേഷിന്റെയും സുധീഷിന്റെയും തോളിൽ കൈവച്ച് സുഭാഷ് പറയുന്നു, നിങ്ങൾ അത് വിട്, അല്ലെങ്കിലും എനിക്ക് ആ പെണ്ണിനെ അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. നികേഷ് ചോദിക്കുന്നു, എന്തിനാ സുഭാഷേട്ട ഈ പുളു അടിക്കുന്നത്? സുഭാഷ് പറയുന്നു, സത്യം ആ പെണ്ണിന്റെ മൂക്കിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് എത്ര പിടിച്ചിട്ടൊന്നുമില്ല. സുനന്ദ തന്റെ മൂക്കിൽ പിടിച്ചു നോക്കുമ്പോൾ നികേഷ് പുഞ്ചിരിച്ച് സുനന്ദയെ നോക്കുകയാണ്. സുനന്ദ ചമ്മലോടുകൂടി നിൽക്കുന്നു. സുഭാഷ് കറിയും എടുത്തുകൊണ്ട് അവിടേക്ക് വരുമ്പോൾ സുനന്ദ പറയുന്നു, നിക്ക് കോഴിയാ? നികേഷ് പറയുകയാണ്, സുഭാഷേട്ടൻ കോഴിയല്ല, പക്ഷേ സുനന്ദേച്ചിയുടെ കാര്യത്തിൽ സംശയമുണ്ട്. നീ പോടാന്ന് പറഞ്ഞ് സുഭാഷിനെ തടഞ്ഞുകൊണ്ട് സുനന്ദ പറയുന്നു, നിക്ക് എന്തു വാടിയെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ കറിയെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ട് സുനന്ദ പറയുകയാണ്, സൂപ്പർ സുഭാഷേട്ടാ, ഇനി നമ്മുടെ കല്യാണമാണോ നടക്കാൻ പോകുന്നത്? അതാകും ചിലപ്പോ വേറൊന്നും സെറ്റ് ആകാത്തത്. ഭാസ്കരൻ പറയുന്നു, ആ വിറകുള്ളി ഇങ്ങെടുക്കടാ, തല തല്ലി പൊളിക്കണം അവളുടെ. അയ്യോ അമ്മാവ വേണ്ടാന്ന് പറഞ്ഞ് സുനന്ദ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. ചിരിച്ചുകൊണ്ട് സുഭാഷ് പറയുന്നു, ഈ പെണ്ണിന്റെ കാര്യം, എടാ പോയി കൈ കഴുകിയിട്ട് വാ. പിന്നീട് കാണിക്കുന്നത് സൂര്യയുടെ വീട്ടിലേക്ക് വന്ന രാജീവ് ചോദിക്കുന്നു, എന്താ അരുൺ പ്രശ്നം? ഫോണിലൂടെ നിന്റെ സംസാരം കേട്ടപ്പോൾ കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ടെന്ന് കരുതി, അതാ നേരിട്ട് വന്നത്. അരുൺ പറയുന്നു, അത് പിന്നെ കുഴപ്പം നിധിയാണച്ചാ, അവക്ക് ഈ കല്യാണം വേണ്ടെന്നാ പറയുന്നത്. ഞാൻ എത്ര പറഞ്ഞിട്ടും അവള് കേൾക്കുന്നില്ല, അതിനാ ഞാൻ അച്ഛനെ വിളിച്ചത്. രാജീവ് പറയുന്നു, ഇവളെന്താ ഇങ്ങനെ? അവിടേക്ക് വന്ന ലക്ഷ്മി ചോദിക്കുന്നു, ആഹാ രാജീവ് ഏട്ടനോ, ഇരിക്ക് ഞാൻ കുടിക്കാൻ എടുക്കാം. രാജീവ് പറയുന്നു, ഏയ് ഒന്നും വേണ്ട. അവിടേക്ക് വന്ന സൂര്യ പറയുകയാണ്, അങ്കിൾ വാട്ട് എ സർപ്രൈസ്. ലക്ഷ്മി ചോദിക്കുന്നു, എന്താ തനിയെ പോകുന്നത്? ഹേമയെ കൂട്ടാമായിരുന്നില്ലേ? രാജീവ് പറയുകയാണ്, ഞാനൊരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ടൗണിലേക്ക് വന്നതാ, എല്ലാവരും ഇവിടെ ഉള്ളപ്പോൾ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. പർച്ചേസ് എല്ലാം നന്നായി നടന്നുവെന്ന് അരുൺ പറഞ്ഞു. ലക്ഷ്മി പറയുകയാണ്, സാധാരണ കല്യാണ പർച്ചേസിന് വേണ്ടി കടയിൽ പോയാൽ രാവിലെ മുതൽ രാത്രി വരെ കണക്ക്, ഇത് പോകലും എടുക്കലും തിരിച്ചുവരവും ഒക്കെ ഷടയെന്ന് കഴിഞ്ഞു. നിധിക്കുള്ളത് മാത്രം വാങ്ങിയാൽ മതിയെന്ന് മോനും വലിയ നിർബന്ധമായിരുന്നു. രാജീവ് ചോദിക്കുന്നു, നിധി എവിടെ അരുൺ? മുകളിലുണ്ട് അച്ഛാന്ന് അരുൺ പറയുമ്പോൾ രാജീവ് പറയുകയാണ്, ഞാൻ അവളെ ഒന്ന് കാണട്ടെ. സൂര്യ പറയുകയാണ്, ഓ യെസ് ഷുവർ. രാജീവ് മുകളിലേക്ക് പോകുമ്പോൾ പിന്നാലെ പോവുകയാണ് അരുൺ. ലക്ഷ്മി പറയുന്നു, ഒരു ദിവസം മോള് മാറി നിന്നപ്പോഴേക്കും അച്ഛന് കാണാതിരിക്കാൻ പറ്റാതായോ? ഇക്കണക്കിന് നിന്റെ കൂടെ ഓസ്ട്രേലിയയിലേക്ക് വരുമോ? പിന്നീട് കാണിക്കുന്നത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സുധീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ, സുനന്ദയ്ക്ക് ചേട്ടനെ ശരിക്കും ഇഷ്ടമാണോ? സുഭാഷ് പറയുന്നു, നീ കഴിക്കാൻ നോക്ക്. അപ്പോൾ നികേഷ് പറയുകയാണ്, ഇഷ്ടമാണെന്ന് കണ്ടാൽ അറിഞ്ഞൂടെ? ഹരീഷ് പറയുകയാണ്, എങ്കിൽ കല്യാണം നടത്താൻ പറഞ്ഞു നോക്ക്. അത് ചെയ്യില്ല, ഇത് വെറുതെ ഒരു ചുറ്റിക്കളി. സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടന് ഇഷ്ടമാണെങ്കിൽ അത് പറ, കല്യാണം ഞങ്ങൾ നടത്തി തരും. ഭാസ്കരൻ പറയുന്നു, എടാ അണലിപ്പാമ്പിന്റെ കുടുംബം അത്, ഇവിടെ ഇങ്ങനെ വന്ന് പോകുന്നത് പോലെ ശ്രദ്ധിക്കണം. ചിലപ്പോഴേ കഴിക്കാനുള്ള ചോറിൽ വിഷം കലർത്താൻ പോലും അവളുടെ അമ്മയും അമ്മാവനും കൂടി പറഞ്ഞു വിടും, സൂക്ഷിച്ചു. ഹരീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ, സുധീഷ് ഏട്ടൻ പറഞ്ഞത് ശരിയാ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്കത് അങ്ങോട്ട് നടത്താം. അമ്മായി സമ്മതിച്ചില്ലെങ്കിലേ നമുക്കങ്ങ് പൊക്കാമെന്നേ. സുധീഷ് പറയുന്നു, തടസ്സം പറഞ്ഞു വരുന്നവരെ നമുക്കങ്ങ് ആലക്കി കളയാം. സുഭാഷ് ചോദിക്കുന്നു, എന്ത് വർത്താനമാടാ ഈ പറയുന്നത്? ഇതുവരെയുള്ള ചീത്തപ്പേരൊന്നും മതിയാകഞ്ഞിട്ടാണോ? ദേ എനിക്ക് സുനന്ദയോട് അങ്ങനെ യാതൊന്നുമില്ല, അവളും എനിക്ക് നിങ്ങളെ പോലൊക്കെ തന്നെയാ, പോരെ കഴിക്കാൻ നോക്ക്. അതിനുശേഷം സ്നേഹത്തോടുകൂടി നിധിയുടെ കവിളിൽ പിടിച്ച് രാജീവ് ചോദിക്കുന്നു, എന്താടാ നിന്റെ ഏട്ടൻ എന്തൊക്കെയോ പറഞ്ഞ എന്നെ പേടിപ്പിച്ചല്ലോ, എന്തു പറ്റി നിനക്ക്? പറ. കണ്ടു നിറഞ്ഞ നിധി പറയുന്നു, അച്ഛാ എനിക്ക് കല്യാണം വേണ്ട. അരുൺ പറയുന്നു, കേട്ടില്ലേ അച്ഛാ, ഇതാണ് പല്ലവി. രാജീവ് പറയുന്നു, നീ മിണ്ടാതിരിക്കെ, ഞാൻ സംസാരിക്കട്ടെ. എന്താ ഇത്? അച്ഛന്റെ ചെല്ലക്കുട്ടി കരയുന്നത് എന്തിനാ? നിധി പറയുന്നു, അച്ഛാ വേണ്ട അച്ഛാ, എന്ത് പറഞ്ഞാലും ദേഷ്യപ്പെടാൻ മാത്രമേ അയാൾക്കറിയൂ. ഞാൻ കുറെ നേരം സംസാരിച്ചു നോക്കി, എന്റെ അംബീഷനെ പറ്റിയും അത് നേടാനുള്ള ആഗ്രഹത്തെ പറ്റിയും അയാൾക്ക് ഒരു വിലയുമില്ല. എനിക്കിത് ശരിയാകില്ല അച്ഛാ. ഇത് കേട്ട് രാജീവ് ചിരിക്കുമ്പോൾ നിധി വിഷമത്തോടു കൂടി അച്ഛാന്ന് വിളിക്കുകയാണ്. രാജീവ് പറയുന്നു, ശരി പറ, ഇനി നിനക്ക് എന്തൊക്കെയാ പറയാനുള്ളത്? ഞാൻ വെറുതെ പറഞ്ഞതല്ല അച്ഛാന്ന് നിധി പറയുമ്പോൾ രാജീവ് പറയുകയാണ്, മോളെ നിനക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ഞാൻ ആലോചിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അരുൺ പറയുന്നു, അച്ഛാ ഇവൾക്ക് ഈ കല്യാണം ഇഷ്ടമില്ലെന്നാ തോന്നുന്നത്, അതുകൊണ്ട് വെറുതെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി പറയുക. രാജീവ് പറയുന്നു, ഒന്നും മിണ്ടാതിരിക്കുക അരുൺ, ശരിക്കും എന്താ മോളുടെ പ്രശ്നം അത് പറ. നിധി പറയുകയാണ്, ഞാൻ ഇത്രയും നേരം അത് തന്നെയല്ലേ അച്ഛാ പറഞ്ഞിരിക്കുന്നത്. രാജീവ് പറയുന്നു, നിധി നീ ഈ പറയുന്നതൊന്നും ഈ കല്യാണം വേണ്ടാന്ന് വെക്കാനുള്ള ഒരു കാരണമല്ല. നിധി പറയുന്നു, എന്നോട് ജോലിക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു, പഠിക്കാൻ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു, കുഞ്ഞിനെ നോക്കി വീട് നോക്കി ഇരിക്കണോ അത്രേ, ഇതൊന്നും ഒരു കാരണമല്ലേ? രാജീവ് പറയുന്നു, ഇതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നതല്ലേ മോളെ. നിധി ചോദിക്കട, ഞാനും അങ്ങനെ മതിയോ അച്ഛാ? അരുൺ ചോദിക്കുന്നു, നിനക്ക് മാത്രം എന്താ ഇത്ര സ്പെഷ്യല്? രാജീവ് പറയുന്നു, അരുൺ എടാ ചെറുപ്പം മുതൽ അച്ഛൻ അറിയാവുന്നതാണെങ്കിലും അച്ഛൻ ചെറുക്കനെ കുറിച്ച് അന്വേഷിച്ചില്ല എന്ന് കരുതിയോ? കാറ് തട്ടി ഏതോ ഡ്രൈവറിനോട് ദേഷ്യപ്പെട്ടു എന്നൊക്കെ പറയുന്നത് ഒരു കാരണമാണോ മോളെ? അരുൺ എന്നോട് എല്ലാം പറഞ്ഞു, നീ നാളെ മുതൽ ജോലിക്ക് പോകുന്നു പറഞ്ഞാൽ ഞാൻ സമ്മതിക്കും. ഞാനുള്ളപ്പോൾ നീ എന്തിനാ ജോലിക്ക് പോകുന്നേന്നല്ലേ ഞാൻ ചോദിക്കുകയുള്ളൂ, അതല്ലേ സൂര്യ ചെയ്തോളൂ, അതവന്
നിനക്കവന് സ്നേഹം ഉള്ളത് കൊണ്ടല്ലേ മോളെ. അങ്ങനെ മനസ്സിലാക്കാത്തത് എന്താ? ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കരഞ്ഞാൽ എങ്ങനെയാ മോളെ? നിധി കരയുമ്പോൾ കണ്ണീര് തുടച്ച് നിധിയെ ആശ്വസിപ്പിക്കാനായി ശ്രമിക്കുകയാണ് രാജീവ്. ഈ സമയം ജ്യൂസുമായി അവിടേക്ക് വരികയാണ് സൂര്യ. രാജീവ് ചോദിക്കുന്നു, ഇതെന്തിനാ മോൻ കൊണ്ടുവന്നത്? സൂര്യ പറയുന്നു, അതിനെന്താ അങ്കിൾ? നിധി കരയുന്നത് കണ്ട് സൂര്യ ചോദിക്കുന്നു, അങ്കിൾ എന്തേലും പ്രശ്നം? ഒന്നുമില്ലാന്ന് രാജീവ് പറയുമ്പോൾ സൂര്യ ചോദിക്കാണ്, പിന്നെ നിധി എന്തിനാ കരയുന്നത്? രാജീവ് പറയുന്നു, അത് പിന്നെ കല്യാണം കഴിഞ്ഞാൽ ഞങ്ങളെ എല്ലാവരെയും വിട്ട് സൂര്യയുടെ കൂടെ ഓസ്ട്രേലിയയിലേക്ക് വരികയാണെന്ന് ആലോചിക്കുമ്പോൾ ഇവൾക്കൊരു പേടിയുണ്ട്. നിധി പറയുന്നു, അച്ഛാ അതല്ല. നിധി പറയുന്നു, അച്ഛാ അതല്ല, വിവാഹം കഴിക്കാൻ പോകുന്ന ആളെ പറ്റി ഒന്നും അറിയാതെ. ഏത് കേട്ട് സൂര്യ ചോദിക്കുന്നു, ഇനി എന്താ അറിയേണ്ടത് നിധിക്ക്? പേരറിയാം, ക്വാളിഫിക്കേഷൻ എന്താണെന്നറിയാം, ജോലി അറിയാം. എന്തിന്? എന്റെ ശമ്പളം വരെ ഞാൻ നിന്റെ അച്ഛനെ അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ സ്വത്ത് വിവരങ്ങളൊക്കെ അങ്കിളിന് നന്നായിട്ട് അറിയാം. ഓസ്ട്രേലിയയില് നമുക്ക് വലിയൊരു തോട്ടമുണ്ട്. തോട്ടത്തിന്റെ നടുവിലായി നമുക്ക് വലിയൊരു വീടുണ്ട്. എ സ്മോൾ ഹെവൻ. നിധിക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. പിന്നെ വീക്കെൻഡിൽ ഡിന്നറിന് പോകാം. അങ്കിൾ, അമ്മ, അരുൺ, ഏട്ടത്തി ഇവരെയൊക്കെ വർഷത്തിൽ ഒരിക്കൽ ഇവിടെ വന്ന് കാണുകയും ചെയ്യാം. വർഷത്തിൽ ചുരുങ്ങിയത് 2 തവണയെങ്കിലും ഫോറിൻ ട്രിപ്പ് പോകാം. ഇതൊക്കെ പോരെ അങ്കിൾ? രാജീവ് പറയുന്നു, പിന്നെ ധാരാളം. സൂര്യ ചോദിക്കുന്നു, ഇതിൽ കൂടുതൽ എന്നെ പറ്റി എന്താ അറിയാനുള്ളത്? അരുൺ പറയുന്നു, ഇവള് വെറുതെ ഓരോന്നോർത്ത് പേടിക്കുകയാ സൂര്യ. താമ്പാ. അങ്ങനെ സൂര്യയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് അരുണും സാന്ദ്രയും. രാജീവ് പറയുന്നു, അരുൺ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ വെറുതെ പേടിച്ചു. ഇത്രയും നിസ്സാര കാര്യത്തിനാണെന്ന് എനിക്ക് മനസ്സിലാകണ്ടേ? ഇത്ര വലിയ ഗോൾഡ് മെഡൽ വാങ്ങിച്ചാലും നീ ഇപ്പോഴും ചെറിയ കുട്ടിയാ. വെറുതെ ബേസ്ലെസ് ആയ കാര്യങ്ങൾ ആലോചിച്ച് ഉള്ള സന്തോഷം കളയല്ലേ മോളെ. അങ്ങനെ രാജീവ് അവിടെ നിന്ന് പോകുമ്പോൾ പൊട്ടിക്കരയുകയാണ് നിധി. പിന്നീട് കാണിക്കുന്നത് രാവിലെ കാറ് തുടയ്ക്കുകയാണ് സുധീഷ്. അവിടേക്ക് വന്ന സൂര്യ പറയുന്നു, ഒന്ന് അമർത്തി തുടയ്ക്കടാ, അതിന് വേദനിക്കുകയൊന്നും ഇല്ലല്ലോ. സുധീഷ് പറയുന്നു, ഓ നേരത്തെ തുടച്ചപ്പോൾ കാറൊന്ന് കരഞ്ഞായിരുന്നു. സൂര്യ ചോദിക്കുന്നു, എന്താ നേരത്തെ? സുധീഷ് പറയുകയാണ്, അല്ല നേരത്തെ തുടച്ചത് നന്നായിട്ട് തന്നെ ആയിരുന്നു എന്ന് പറയുകയായിരുന്നു. ഇത് കേട്ട് സൂര്യ അകത്തേക്ക് പോകുമ്പോൾ സുധീഷ് പറയുകയാണ്, ഒരു ഫ്രഷ് ഡയലോഗ് പോലും കയ്യിലില്ല. ഓസ്ട്രേലിയൻ കങ്കാരു പോടാ. തുടർന്ന് സാന്ദ്ര രാജീവിന് ചായ കൊണ്ട് കൊടുക്കുകയാണ്. ഈ സമയം ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ സൂര്യ അരികിലേക്ക് വരുന്നു. രാജീവ് പറയുന്നു, ഗുഡ് മോർണിംഗ് മോനെ. സൂര്യ പറയുന്നു, ഏട്ടത്തി നിധി ഒന്ന് വിളിക്കാമോ? ഒരു കാര്യം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സംസാരിക്കാനുണ്ട്. ഇത് കേട്ട് ടെൻഷനോടുകൂടി മുഖത്തോട് മുഖം നോക്കുകയാണ് സാന്ദ്രയും രാജീവും. സൂര്യ പറയുന്നു, ഏയ് വേറെ പ്രശ്നമൊന്നുമില്ല, നിധി ഒന്ന് വിളിച്ചാ മതി. സാന്ദ്ര നിധിയെ വിളിക്കാനായി പോകുമ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ അവിടേക്ക് വരികയാണ് അരുൺ. നിധിയുടെ അരികിലേക്ക് വന്ന സാന്ദ്ര പറയുന്നു, നിധി വാ, താഴേക്ക് വിളിക്കുന്നു. ആരെന്ന് നിധി ചോദിക്കുമ്പോൾ സാന്ദ്ര പറയുകയാണ്, സൂര്യ. വേറെ ആര്? ഞാൻ ഇല്ലാന്ന് നിധി പറയുമ്പോൾ സാന്ദ്ര പറയുകയാണ്, ഇല്ലെന്ന് പറയാൻ നിനക്ക് അനുവാദമില്ല മോളെ. വാ. നിധി ചോദിക്കുന്നു, എന്തോന്നാണ് ഇത് എടുത്തി? സാന്ദ്ര പറയുന്നു, നീ വാ, പേടിക്കണ്ട. ഇങ്ങനെയുള്ള വിളികളും സംസാരങ്ങളും ഒക്കെ കല്യാണം കഴിഞ്ഞ കുറച്ച് നാളുകളെ കാണും. പിന്നെ നമ്മൾ എവിടെയാണെന്ന് പോലും അവർ ഓർക്കില്ല. ഏറ്റവും വലിയ ഉദാഹരണമേ നിന്റെ ചേട്ടനാ. വാ എണ്ണീക്കെന്ന് പറഞ്ഞ നിധിയെയും കൂട്ടിക്കൊണ്ട് താഴേക്ക് പോവുകയാണ് സാന്ദ്ര. പുഞ്ചിരിച്ച രാജീവ് പറയുന്നു, വാ മോളെ. അവൾ സൂര്യ പറയുകയാണ്, വാ ഇരിക്കും മോളെ എന്ന് രാജീവ് പറയുമ്പോൾ നിധി പറയുന്നു, വേണ്ട. അവൾ സൂര്യ പറയുകയാണ്, ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. കല്യാണം കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ ഞാൻ നിധിയെ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോകും. അതിന്റെ പർപ്പസ് എല്ലാം എനിക്ക് ഇപ്പോഴേ മൂവ് ചെയ്യണം. രാജീവ് പറയുന്നു, അതിനെന്താ ആവാലോ. അവൾ സൂര്യ പറയുകയാണ്, അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. രജിസ്റ്റർഡ് മാരേജിനുള്ള അപേക്ഷ കൊടുത്ത് നോട്ടീസ് പബ്ലിക് ചെയ്തതിനു ശേഷം 30 ദിവസം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് ലഭിക്കും. പക്ഷെ അതിനു മുമ്പ് കാര്യങ്ങൾ പ്രോസസ് ചെയ്യണം. രാജീവ് പറയുന്നു, താലി കിട്ടുന്ന അമ്പലത്തിൽ നിന്ന് ദേവസ്വം വക സർട്ടിഫിക്കറ്റ് വാങ്ങാം. അത് വാലിഡ് ആണ്. സൂര്യ പറയുന്നു, വിസ കാര്യങ്ങൾക്ക് നല്ലത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റാ. അപ്പൊ എന്ത് വേണമെന്നാണെന്ന് അരുൺ ചോദിക്കുമ്പോൾ സൂര്യ പറയുകയാണ്, വിവാഹം രജിസ്റ്റർ ചെയ്യാൻ ഞാനും നിധിയും കൂടി ഇപ്പൊ അപേക്ഷിക്കണം. ടെൻഷനോടുകൂടി നിധി ചോദിക്കുന്നു, രജിസ്ട്രേഷനോ? അപ്പൊ സൂര്യ ചോദിക്കുകയാണ്, എന്താ ആദ്യമായിട്ട് കേൾക്കുകയാണോ? രാജീവ് പറയുന്നു, അതല്ല സൂര്യ, കല്യാണത്തിന് മുമ്പ് രജിസ്ട്രേഷൻ എന്നൊക്കെ പറയുമ്പോൾ. അവിടേക്ക് വന്ന ലക്ഷ്മി പറയുന്നു, എപ്പോഴായാലും വേണ്ടതല്ലേ, പിന്നെന്താ? അത് ശരിയാണെന്ന് രാജീവ് പറയുമ്പോൾ സൂര്യ പറയുകയാണ്, കല്യാണം എന്നുള്ളത് ഒരു ചടങ്ങ് മാത്രമല്ലേ അങ്കിൾ. രജിസ്ട്രേഷൻ എന്നത് നിയമപരമായ ഒരു കരാറല്ലേ. അതിനുള്ള പ്രാധാന്യം കല്യാണത്തിനില്ല. അത് നമ്മൾ നാട്ടുകാരെയും ബന്ധുക്കളെയും വിളിച്ചു കാണിക്കുന്ന ഒരു ഷോ, അത്രേ ഉള്ളൂ. രജിസ്റ്റർ ഓഫീസിൽ ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ അങ്കിൾ ഇപ്പൊ തന്നെ വിളിച്ചോളൂ, സമയം കളയണ്ട, വിളിച്ചോളൂ. രാജീവ് ചോദിക്കുന്നു, അരുൺ ആരാ നമുക്ക് രജിസ്റ്റർ ഓഫീസിലുള്ളത്? അരുൺ പറയുകയാണ്, എനിക്ക് അറിയാവുന്ന ഒരാളുണ്ട് അച്ഛാ. സൂര്യ പറയുന്നു, ഗുഡ്, ദാറ്റ്സ് ഗുഡ്. അപ്പോഴത് നടക്കട്ടെ, നീ വന്നേന്ന് പറഞ്ഞ് അരുണിനെയും കൂട്ടി മുകളിലേക്ക് പോവുകയാണ് രാജീവ്. ഈ സമയം അവിടേക്ക് വന്ന സുധീഷ് നിധി ഒന്ന് നോക്കിയിട്ട് ലക്ഷ്മിയോട് പറയുന്നു, മാഡം അയൺ ചെയ്ത ഡ്രസ്സാണെന്ന് പറഞ്ഞു. പുറത്താള് കാശ് വാങ്ങാൻ വെയിറ്റിംഗാ. ലക്ഷ്മി ചോദിക്കുന്നു, എത്രയാണെന്നാ പറഞ്ഞത്? സുധീഷ് പറയുന്നു, 300. ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് ലക്ഷ്മി അകത്തേക്ക് പോവുകയാണ്. സൂര്യ ചോദിക്കുന്നു, നിധി ഇയാളുടെ കയ്യില് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടോ? ഇല്ലാന്ന് നിധി പറയുമ്പോൾ സൂര്യ ചോദിക്കാണ്, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ പോലും കയ്യിലില്ല അല്ലേ? വീട്ടിലുണ്ടെന്ന് നിധി പറയുമ്പോൾ സൂര്യ ചോദിക്കുന്നു, എവിടെ? അങ്ങ് തക്കലയിലോ? എനിക്കിന്ന് ഇവിടുത്തെ ആവശ്യത്തിനുണ്ടോ എന്നാ ഞാൻ ചോദിച്ചത്. ലുക്ക്, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എപ്പോഴും കയ്യിൽ കരുതിക്കൂടെ നിനക്ക്? നിധി ചോദിക്കുന്നു, അതെന്തിനാ? ഡ്രസ് എടുക്കാനല്ലേ വന്നത്, അവിടെ എന്തിനാ ഫോട്ടോ? സൂര്യ പറയുന്നു, നോക്ക്, ഈ ബാങ്ക് കാർഡ്, പാൻ കാർഡ് എന്നതൊക്കെ പോലെ അതും കയ്യിൽ വെക്കണം. ഇറ്റ്സ് എ മാൻഡേറ്ററി തിങ്. നിധി ചോദിക്കുന്നു, എന്ന് ആര് പറഞ്ഞു? ഏത് നേരവും പാസ്പോർട്ട് സൈസ് ഫോട്ടോ കയ്യിൽ വെക്കണമെന്ന് ഞങ്ങളുടെ നാട്ടിൽ നിയമമൊന്നുമില്ല. ഓസ്ട്രേലിയയിലെ കാര്യം എനിക്കറിയില്ല. സൂര്യ ചോദിക്കുന്നു, നീ എന്തിനാ ദേഷ്യപ്പെടുന്നത്? എന്തിനാ ദേഷ്യപ്പെടുന്നതെന്ന്? ലുക്ക്, ഈ ആറ്റിറ്റ്യൂഡ് ഒന്നും
എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. കൊച്ചുകുട്ടി സംസാരിക്കുന്ന രീതിയൊന്നും എന്റെ അടുത്ത് നടക്കില്ല. അപ്പോൾ സാന്ദ്ര പറയുകയാണ്, ഓക്കെ ഓക്കെ, നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിന് തർക്കിക്കുന്നത്? പാസ്പോർട്ട് സൈസ് ഫോട്ടോ സൂര്യക്ക് എന്തോ കാര്യത്തിന് ആവശ്യമുണ്ട്, അത് ഇവിടെ നിന്നും എടുക്കാമല്ലോ. 5 മിനിറ്റിന്റെ കാര്യമേ ഉള്ളൂ. ഈ സമയം പൈസയുമായി അവിടേക്ക് വന്ന ലക്ഷ്മി പറയുന്നു, ഡ്രൈവർ ഈ പൈസ അയാൾക്ക് കൊടുത്തോളൂ. സുധീഷ് ആ പൈസ വാങ്ങി അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ സാന്ദ്ര പറയുന്നു, ഡ്രൈവർ ഒന്ന് സ്റ്റുഡിയോ വരെ പോണം, വണ്ടി എടുത്തോ. ഇത് കേട്ട് സുധീഷ് അവിടെ നിന്ന് പോകുമ്പോൾ സാന്ദ്ര പറയുന്നു, നിധി പോയി ഫോട്ടോ എടുത്തിട്ട് വാ. ചേച്ചി എന്ന് വിളിച്ച് നിധി മടിച്ചു നിൽക്കുമ്പോൾ സാന്ദ്ര പറയുന്നു, പോയിട്ട് വാ ചെല്ല. നിധിയെയും കൂട്ടിക്കൊണ്ട് സാന്ദ്ര കാറിന്റെ അരികിലേക്ക് പോകുമ്പോൾ ദേഷ്യത്തോടും കൂടി നിൽക്കുകയാണ് സൂര്യ. തുടർന്ന് കാർ ഡ്രൈവ് ചെയ്യുന്ന സുധീഷ് ഇടയ്ക്കിടയ്ക്ക് പിൻസീറ്റിലിരിക്കുന്ന നിധിയെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. സുധീഷ് പറയുന്നു, സ്റ്റുഡിയോയിലേക്കല്ലേ, ഇവിടെ അടുത്ത് തന്നെയുണ്ട്, ഇപ്പൊ എത്തും കേട്ടോ. നിധി പറയുന്നു, അടുത്തുള്ളതിലേക്ക് പോകണ്ട, കുറച്ചു ദൂരം അകലെയുള്ള വല്ല സ്റ്റുഡിയോയും മതി. സുധീഷ് ചോദിക്കുന്നു, അല്ല ഇനിയിപ്പോ അത് പ്രശ്നമാകോ? വേറൊന്നുമല്ല, തിരിച്ചു ചെല്ലുമ്പോഴേ സ്റ്റുഡിയോയിൽ പോയിട്ട് വരാൻ ഇത്രയും നേരം എടുക്കൂ എന്ന് പുള്ളിക്കാരൻ ചീത്ത വിളിച്ചാലോ? നിധി പറയുന്നു, സാരമില്ല, കുറച്ച് ദൂരെ എവിടെയെങ്കിലും പോയാൽ മതി. സുധീഷ് പറയുന്നു, ഓക്കെ, എന്നാ പിന്നെ നമുക്ക് MC റോഡ് വഴി കുറച്ച് ദൂരം പോയാലോ? എന്താ? അല്ല, ഹൈവേയിൽ പണി നടക്കുന്നത് കൊണ്ട് ആ വഴിയാ നമുക്ക് എളുപ്പം. എങ്ങോട്ട് പോകാനെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, അല്ല കുറച്ച് ദൂരെ പോകാൻ പറഞ്ഞില്ലേ? നിധി പറയുകയാണ്, ടൗണിൽ തന്നെ കുറച്ച് മാറി എവിടെയെങ്കിലും പോകാന്നാ ഞാൻ പറഞ്ഞത്. സുധീഷ് പറയുന്നു, ഓ ശരി ശരി ഡൺ. തിരുവനന്തപുരത്ത് വരാറുണ്ടോ? നിധി പറയുന്നു, ആ അച്ഛനോടൊപ്പം ചിലപ്പോഴൊക്കെ. സുധീഷ് ചോദിക്കുന്നു, അപ്പൊ ശരിക്കും വീട് എവിടെയാ? തക്കലക്കടുത്താണെന്ന് നിധി പറയുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, പത്മാപുരം പാലസിനടുത്തോ? അതിന്റെ അടുത്ത് കുന്നിന്റെ മുകളിൽ ഒരു ജൈന ക്ഷേത്രം ഉണ്ട്. ഒരിക്കൽ ഞാനും ഫ്രണ്ട്സും കൂടി അവിടെ വന്നിട്ടുള്ളതാ. ഒരു മെയ് മാസത്തില് നട്ട വെയിലത്ത് ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ ഞങ്ങൾ വലങ്ങിപ്പോയി. ആ സ്ഥലത്തിനൊരു പേരുണ്ട്, ആ ചിതല്. ചിരിച്ചുകൊണ്ട് നിധി പറയുന്നു, ചിതലും പ്രാണിയൊന്നുമല്ല, ചിതറാൽ. സുധീഷ് പറയുകയാണ്, ആ ചിതറാൽ. നിധി ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നൂടെ? നിധി കണ്ണാടിയിലേക്കൊന്ന് ശ്രദ്ധിച്ചിട്ട് മനസ്സിൽ പറയുന്നു, ഇയാള് കണ്ണാടിയിലൂടെ നോക്കിയിരിക്കുകയാണോ? സുധീഷ് പറയുന്നു, അല്ല ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കാണാനാ ഭംഗി, അതുകൊണ്ട് പറഞ്ഞതാ. നിധി പറയുന്നു, കാരണമില്ലാതെ ചിരിച്ചുകൊണ്ടിരുന്നാൽ കാണുന്നവര് വട്ടാണെന്ന് പറയില്ലേ? സുധീഷ് പറയുന്നു, ആര് പറയാൻ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് അവനെ വണ്ടി ഇടിച്ച് തട്ടിക്കളയാമെന്നേ. ഇത് കേട്ട് നിധി ചിരിക്കുമ്പോൾ സുധീഷ് പറയുന്നു, ഞാനൊരു കാര്യം പറയട്ടെ, കരയാൻ നമുക്ക് 1000 കാരണങ്ങൾ ഉണ്ടാകും, പക്ഷേ ചിരിക്കാൻ ഇങ്ങനെ വല്ലപ്പോഴുമേ അവസരം കിട്ടും. അപ്പൊ നമ്മള് മിസ്സാക്കാൻ പാടില്ല, മനസ്സിലായില്ലേ? നിധി ചോദിക്കുന്നു, നിങ്ങൾ എല്ലാ സമയത്തും ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമോ? സുധീഷ് പറയുന്നു, അയ്യോ ഇഷ്ടമാകുന്നില്ലെങ്കിൽ പറയണം കേട്ടോ. എന്നാ 2 ചുണ്ടും കൂടി ഒരൊറ്റ ക്ലിപ്പ്, പിന്നെ കമാന്നൊരക്ഷരം മിണ്ടില്ല. ഇത് കേട്ട് നിധി ചിരിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, ഞാൻ ശരിക്കും ചോദിക്കാൻ വന്നതേ വേറൊരു കാര്യമാ. ചോദിച്ചോട്ടെ? അല്ല ചോദിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, പക്ഷേ ഈ തൊണ്ട വരെ വന്ന സ്ഥിതിക്ക് ഇനി അങ്ങ് വിഴുങ്ങാനും വയ്യ, അതുകൊണ്ടാ. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ മുഖം ആകെ ഇരുണ്ടിരിക്കുകയായിരുന്നു, ഇപ്പൊ അറ്റ്ലീസ്റ്റ് ചിരിക്കുന്നുണ്ടല്ലോ, അതെന്റെ സംസാരം കാരണമല്ലേ? നിധി ചോദിക്കുന്നു, അതാണോ ചോദിക്കാനുള്ളത്? സുധീഷ് പറയുന്നു, അല്ലല്ല, നിങ്ങളുടേതേ ലവ് മാരേജ് ആണോ? നിധി ചോദിക്കുന്നു, അങ്ങനെയാണെന്ന് ഇയാൾക്ക് തോന്നിയോ? ഇല്ലാന്ന് സുധീഷ് പറയുമ്പോൾ നിധി ചോദിക്കാണ്, പിന്നെന്തിനാ ചോദിക്കുന്നത്? സുധീഷ് ചോദിക്കുന്നു, കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത കല്യാണമാണോ? വീട്ടുകാര് നിർബന്ധിക്കുകയാണല്ലേ? നിധി ചോദിക്കുന്നു, എന്ന് ആര് പറഞ്ഞു? അവൾ സുധീഷ് പറയുകയാണ്, മുഖം കണ്ടാൽ എനിക്ക് അറിഞ്ഞൂടെ? നിധിയെ വിഷമത്തോടുകൂടി ഇരിക്കുകയാണ്. സുധീഷ് മനസ്സിൽ പറയുന്നു, അത് ശരി, അപ്പോ ഇഷ്ടമില്ലാത്ത വിവാഹമാണ്, അത് ഉറപ്പായി. അങ്ങനെ പുഞ്ചിരിച്ച് പ്രണയത്തോടുകൂടി നിധിയെ തന്നെ നോക്കിയിരിക്കുകയാണ് സുധീഷ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രമോ റിവ്യൂ. സാധനങ്ങളും വാങ്ങിച്ച് വീട്ടിലേക്ക് വരികയാണ് സുഭാഷ്. പച്ചക്കറികളെല്ലാം അടുക്കളയിലേക്ക് കൊണ്ടുവച്ച് സുഭാഷ് കറികൾ ഉണ്ടാക്കാനായി തുടങ്ങുമ്പോൾ പിന്നിലത്തെ വാതിലിലൂടെ അടുക്കളയിലേക്ക് വന്ന സുനന്ദ സുഭാഷിന്റെ പിന്നിൽ വന്ന് ശബ്ദമുണ്ടാക്കി പേടിപ്പിക്കുകയാണ്. സുഭാഷ് ഞെട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ അവിടേക്ക് വന്ന നികേഷ് അവരെ തന്നെ ശ്രദ്ധിച്ചു നിൽക്കുകയാണ്. സംസാരത്തിനിടയിൽ പഠിക്കാൻ ഇനിയും താല്പര്യമില്ലെന്ന് സുനന്ദ പറയുമ്പോൾ സുഭാഷ് പറയുകയാണ്, പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ പെട്ടെന്ന് കെട്ടിച്ചുവിടാൻ ഞാൻ അമ്മായിയോട് പറഞ്ഞേക്കാം. സുനന്ദ പറയുന്നു, അതിനുള്ള വെള്ളം കോരാനാ ഞാൻ എന്നും ഇങ്ങോട്ട് വരുന്നത്. സുഭാഷ് കണ്ണുതള്ളി സുനന്ദയെ നോക്കുകയാണ്. തുടർന്ന് സുനന്ദ സുഭാഷിന്റെ ഫോൺ ചോദിക്കുമ്പോൾ സുഭാഷ് ഫോൺ എടുത്ത് സുനന്ദയുടെ നേരെ നീട്ടുകയാണ്. സന്തോഷത്തോടു കൂടി സുനന്ദ അത് വാങ്ങുകയാണ്. സുഭാഷ് സുനന്ദയുടെ കണ്ണുകളിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. അവരുടെ പെരുമാറ്റത്തിൽ നിന്നും സുനന്ദയ്ക്ക് സുഭാഷിനോട് പ്രണയമാണെന്ന് തിരിച്ചറിഞ്ഞ നികേഷ് സുഭാഷിനെ ശ്രദ്ധിക്കുകയാണ്. പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് സൂര്യയുടെ വീട്ടിൽ നിന്നും നിധി തന്റെ വീട്ടിലേക്ക് മടങ്ങി പോവുകയാണ്. നിധി തന്റെ ഡ്രസ്സുകളെല്ലാം ബാഗിലേക്ക് എടുത്തു വെക്കുകയാണ്. ബാഗ് എടുക്കാനായി റൂമിലേക്ക് വരികയാണ് സുധീഷ്. നിധി ബാഗ് അടയ്ക്കാനാകാതെ ഡ്രസ്സുകളൊക്കെ ഒതുക്കി വെക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് വന്ന സുധീഷ് നിധിക്ക് ബാഗ് അടച്ചു കൊടുക്കുകയാണ്. സുധീഷ് ചോദിക്കുന്നു, തിരിച്ചു പോവാണല്ലേ? ഇനിയപ്പോ നമുക്ക് കാണാൻ പറ്റില്ല അല്ലേ? ഇത് കേട്ട് സംശയത്തോടു കൂടി സുധീഷിനെ നോക്കുകയാണ് നിധി. തുടർന്ന് സുധീഷിന്റെ ഒപ്പം കാറിൽ യാത്ര ചെയ്യുകയാണ് രാജീവും അരുണും സാന്ദ്രയും നിധിയുമെല്ലാം. ഡ്രൈവ് ചെയ്യുന്ന സുധീഷ് കണ്ണാടിയിലൂടെ നിധിയെ നോക്കുകയാണ്. ഇത് നിധിയും ശ്രദ്ധിക്കുന്നുണ്ട്. നിധി സംശയത്തോടു കൂടി സുധീഷിനെ തന്നെ നോക്കിയിരിക്കുന്നു. വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്താൻ പറഞ്ഞ് രാജീവ് കാറിൽ നിന്നിറങ്ങുമ്പോൾ സുധീഷ് പിന്നിലിരിക്കുന്ന നിധിയെ ശ്രദ്ധിക്കുന്നു. സുധീഷിന് തന്നോട് പ്രണയമാണോ എന്ന് സംശയിക്കുകയാണ് നിധി. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.